നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കിങ് മേക്കർ ആണെന്നാണ് ലാലു പ്രസാദ് യാദവിനെ പറയുന്നത്. ബീഹാറിലെ മാത്രം ഒരു കിങ് മേക്കർ അല്ല, മറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ മോദി ഭരണകൂടമായിട്ടുള്ള അംഗം തന്നെ അത് വിജയിപ്പിക്കാൻ കെൽപ്പുള്ള നേതാവാണ് ശരിക്കും ലാലു പ്രസാദ് യാദവ്. ലാലു കാരണം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ഹൈപ്പ് നൽകുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ തന്നെ എത്തിയിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ലാലുവിൻ്റെ ആ പിന്തുണ അത് തീർച്ചയായിട്ടും BJPയുടെ നട്ടലൊടിച്ചിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. എന്നാൽ 12 MP-മാരുടെ പിന്തുണ JDU ഇപ്പോൾ പിൻവലിക്കാൻ പോകുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും പുറത്തു വരികയാണ്. ഇത് ഒരു നിസാര കാര്യമേ അല്ല. കാരണം മോദിയെ താഴെയിറക്കാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് അവർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. നായിഡുവിനൊപ്പം നിതീഷ് കൂടെ ഇല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത BJP എങ്ങനെ പോയാലും മന്ത്രിസഭ താഴെ വീഴും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ അത് ഇത്ര പെട്ടെന്നാകുമെന്ന് നരേന്ദ്രമോദിയും BJPയും ചിന്തിച്ചു കാണില്ല. അതാണ് നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ ചാണക്യ ബുദ്ധി എന്ന് പറയുന്നത്. അമിത്ഷാ വലിയ രീതിയിൽ അട്ടഹസിച്ച് ഇപ്പോൾ തന്നെ ഈ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, എല്ലാ തരത്തിലും ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ഞാൻ ഒറ്റയൊരു വ്യക്തി മതി എന്ന ആ ഗീർവാണം വിട്ടതിന് ശേഷം ഇപ്പോൾ കിട്ടിയതാകട്ടെ 8ൻ്റെ പണിയാണ്. അതായത് ഇപ്പോൾ നിതീഷ് കുമാർ പറയുന്നു, നിങ്ങൾ പോയി പണി നോക്കാനായിട്ട്, ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ സഖ്യകക്ഷികൾ തീരുമാനിക്കുമെന്നാണ് നിതീഷ് പറയുന്നത്. മന്ത്രിസഭാ വികസനം ഉൾപ്പെടെ ഒറ്റയ്ക്കായിരുന്നല്ലോ, നിങ്ങൾ തന്നിഷ്ടപ്രകാരമായിരുന്നല്ലോ ഇത്രയും നാൾ ഉണ്ടാക്കിയത്, എല്ലാ തീരുമാനങ്ങളും എടുത്തത്. വീണ്ടും അതേ രീതിയിൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ തുടങ്ങിയതെല്ലാം തന്നെ ഇപ്പോൾ ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റി കൂടി വന്നപ്പോൾ ഒന്ന് ഞെരുങ്ങിയെങ്കിൽ പോലും പല രീതിയിലും നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അവിടെയൊക്കെ അട്ടിമറി നീക്കം ഉന്നയിക്കപ്പെടുമ്പോഴും ഊറിച്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മോദിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 8ൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് നിതീഷ് കുമാർ. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിതീഷ് കുമാറിനെ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. BJPയുടെ ട്രബിൾ ഷൂട്ടറായ ഹിമന്ത ബിശ്വാസ് ശർമ്മ എത്രയൊക്കെ നോക്കിയിട്ടും ഇങ്ങനെയൊരു കാര്യം അത് നടക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. മോദി സർക്കാരിനെ നട്ടല് നോക്കി തന്നെ നിതീഷ് കുമാർ കൊടുത്തു എന്ന് പറയാതെ വയ്യ. അതായത് കടക്കൽ തന്നെ വെട്ടി എന്ന് പറയാം. ഒരു കണക്കിന് പറഞ്ഞാൽ ഇതൊരു പാഠമാണ്. ശരിക്കും ഏക്നാഥ് ഷിൻഡേക്ക് 8ൻ്റെ പണി കൊടുത്ത് അടിച്ച് മൂലക്കിരുത്തിയതുപോലെ ബീഹാറും ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാമെന്നുള്ള BJPയുടെ വ്യാമോഹത്തിന് കിട്ടിയ 8ൻ്റെ തിരിച്ചടിയാണിത് എന്ന് പറയാതെ വയ്യ. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. നിതീഷ് കുമാറിൻ്റെ കൂടെ നിന്ന് BJP നിതീഷ് കുമാറിന് തന്നെ പണി കൊടുക്കുമെന്ന് കൃത്യമായി നിതീഷിനെ നന്നായിട്ടറിയാം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ചിരാഗ് പസ്വാനെ കുറേ നാളായിട്ട് ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു നിതീഷ് കുമാർ. കാരണം ചിരാഗാണ് ഓടി നടന്ന് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ നേതാക്കളെ പരാജയപ്പെടുത്തിയത്. അതുമാത്രവുമല്ല, പരസ്യമായി തന്നെ പറയുകയും ചെയ്തു നിതീഷ് കുമാർ ഒരു പെരുങ്കള്ളനാണെന്ന്. എന്നിട്ടിപ്പോൾ ചിരാഗ് പസ്വാൻ കേന്ദ്രമന്ത്രി ആയിരിക്കുകയാണ്. നിതീഷിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വകുപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മോദിയുടെ ആഗ്രഹം ചിരാഗിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക എന്നതായിരുന്നു. എന്നാൽ ഇവിടെ നിതീഷ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് എൻ്റെ സഹായമെന്ന്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ കൃത്യമായി ലല്ലുവിൻ്റെ കൂടെ ചേരുകയാണ്. മഹാഗഡ്ബന്ധൻ വീണ്ടും സജീവമാവുകയാണ്. ഇത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.